ആമയിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേ ട്രാക്കിനടിയിലെ ടണൽ വൃത്തിയാക്കുന്ന പ്രവൃത്തി പൂർത്തിയായി. ടണലിനു പുറത്ത് ശേഷിക്കുന്ന 65 മീറ്റർ ഭാഗമാണ് ഇനി വൃത്തിയാക്കാനുള്ളത്. ഇത് 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. ടണൽ വൃത്തിയാക്കുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായും റെയിൽവേ സഹകരിച്ചില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. എല്ലാവർക്കും അറിവുള്ളതുപോലെ അതിൻ്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന പ്രവൃത്തിയിൽ ഒരു ശുചീകരണ തൊഴിലാളിയുടെ മരണമുണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഗതിവേഗം കൂട്ടുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചത്. അങ്ങനെ വന്ന സന്ദർഭത്തിൽ ഇതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യം. റെയിൽവേ അക്കാര്യത്തിൽ പൂർണ്ണമായൊരു സഹകരണം നൽകാൻ തയ്യാറായില്ല. മാത്രമല്ല, റെയിൽവേ ട്രാക്കിന് അരികിൽ കൂടെ വരുന്ന ഭാഗമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ പണം കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഇത്തരം കാര്യങ്ങൾ നല്ല നിലയിലാവുന്നതോടുകൂടി വെള്ളപ്പൊക്കം നിയന്ത്രണവും അതോടൊപ്പം നല്ല നിലയിൽ ശുചീകരണ പ്രവർത്തനം നടത്താനും ഭാവിയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾക്കായി ഫെൻസിങ് രൂപപ്പെടുത്താനും നമുക്ക് സാധിച്ചു. അല്ല, ഇതിൻ്റെ കാര്യമായിട്ടുള്ള 117 മീറ്റർ ഈ ടണലിൻ്റെ പ്രവൃത്തികളായിരുന്നു. ആ ടണലിൻ്റെ അകത്തുള്ള സകല വേസ്റ്റുകൾ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഈ 25 മീറ്ററിൻ്റെ അപ്സ്ട്രീമും 40 മീറ്റർ ഇതിൻ്റെ ഡൗൺ സ്ട്രീമും കുറച്ച് വൃത്തിയാക്കാനുണ്ട്. അത് കഴിഞ്ഞു കൊടുത്താൽ ഈ പോസ്റ്റ് വൃത്തിയാവും. പക്ഷേ ശരിക്കും നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഇപ്പോൾ ഇതിനകത്തോട്ട് കയറാൻ വേണ്ടി പമ്പ് സെറ്റും ഒക്കെ വെച്ച് വെള്ളം വറ്റിച്ചതിന് ശേഷം മാത്രമേ അകത്തുനിന്ന് മണ്ണ് മാറ്റാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 പമ്പ് വെച്ച് വെള്ളം കാലത്തെ മുതൽ വറ്റിച്ചിട്ട് ഉച്ചയൊക്കെ ആകുമ്പം വറ്റി കിട്ടും. അതിനുശേഷം ഈ ഇറ്റാച്ചി അകത്ത് കയറി അവിടെ നിന്ന് മണ്ണ് വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെളിയിലിടുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു 3 മാസമായി. 3 മാസം ഇങ്ങനെ ചെയ്താണ് ഇപ്പോൾ അതിനകത്തുള്ള മണ്ണ് മുഴുവനും മാറിയത്. ഇനിയിപ്പോൾ ഇതിനകത്തൂടെ ഇറ്റാച്ചി അപ്പുറത്തും ഇപ്പുറത്തും ഓടാം. ആ കിടക്കുന്ന ഇറ്റാച്ചി സുഖമായിട്ട് അപ്പുറം ഇപ്പുറം പോയി വരാം. 2 ദിവസം ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇടയ്ക്ക് 2 ദിവസം പണിയില്ലായിരുന്നു. 4 ലോഡ് പ്ലാസ്റ്റിക് വേസ്റ്റാണ് നമ്മൾ എടുത്തത്. 2 ദിവസം കൊണ്ട് വന്നത് 4 ലോഡ് പ്ലാസ്റ്റിക് വേസ്റ്റാണ്. ഇനിയിപ്പോൾ ഏതായാലും 2 വർഷത്തെ മഴയ്ക്കകത്ത് വെള്ളം തമ്പാനൂർ കൂടില്ല, അത് ഉറപ്പാണ്.